തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരൊറ്റ വിമതർ പോലുമില്ലാതെ ഒരു കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥികളെ നിർത്താനായി നിങ്ങൾക്ക് സാധിക്കുമോ? പക്ഷേ അങ്ങനെ സാധിക്കുന്ന ഒരു പാർട്ടി ഇവിടെ കേരളത്തിലുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനാണ് തുടർച്ചയായിട്ടുള്ള മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിലും ഒരൊറ്റ വിമതർ പോലുമില്ലാതെ BJP ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. 2015 തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരൊറ്റ വിമതർ പോലും BJP സ്ഥാനാർത്ഥികൾക്കില്ല. 2020 ഇതാ ഇപ്പോൾ 2025 വിമതർ BJPയുടെ ഉറക്കം കെടുത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഇതാണ് ഈ പാർട്ടിയുടെ സംഘടനാ സെറ്റപ്പ് എന്ന് പറയുന്നത്. വിമതർ ശല്യപ്പെടുത്തുന്നതിൽ ഏറ്റവും മുന്നിലുള്ള പാർട്ടി അല്ലെങ്കിൽ മുന്നണി എന്ന് പറയുന്നത് UDF ആണ്. സീറ്റ് മുഖ്യമായി വരുന്ന പല ആൾക്കാരും തിരഞ്ഞെടുപ്പിൽ വിമതരെ നിർത്താറുണ്ട്. ഇപ്പോഴിതാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസവും കോഴിക്കോട് കോർപ്പറേഷനിൽ 13 വിമതർ പിൻവാങ്ങിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കൊയിലാണ്ടി, വടകര നഗരസഭകളിൽ ഉൾപ്പെടെ ജില്ലയിൽ ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളും UDFൽ വിമതർ തുടരുകയാണ്. നാദാപുരം പഞ്ചായത്തിൽ CPIയുടെ സീറ്റിൽ പത്രിക നൽകിയ CPM പിൻവാങ്ങാൻ തയ്യാറാകാതെ വന്നതോടെ CPI അവർക്ക് സീറ്റ് വിട്ടുകൊടുക്കുന്ന സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴാണ് തിരുവനന്തപുരത്തെ ഒരുപക്ഷെ ലോകമുറ്റുനോക്കുന്ന CPMന്റെ ഭാഷയിൽ ലോകമുറ്റുനോക്കുന്ന കോർപ്പറേഷനിൽ ഒരൊറ്റ വിമതർ പോലുമില്ലാതെ മത്സരിക്കാനായി BJP തയ്യാറെടുക്കുന്നത്. CPIയിലെ CH ദിനേശനാണ് കോഴിക്കോട് പത്രിക പിൻവലിച്ചത്. CPMലെ വിജയൻ ഒത്തയോത്താണ് സ്ഥാനാർത്ഥി. ഫറോക്ക് നഗരസഭയിലെ 6ാം വാർഡിൽ 5 വിമതരിൽ 4 പേരും പിൻവാങ്ങാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അല്ലെങ്കിൽ നടത്തിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഒരു ലീഗ് വിമതരും 3 കോൺഗ്രസ് നേതാക്കളുമാണ് അവിടെ ഉള്ളത്. ലീഗ് വിമതരിൽ ഒരാൾ പിന്മാറാൻ തയ്യാറല്ല എന്ന സൂചനകൾ പുറത്തു വരുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജി പറശ്ശേരിയാണ് സ്ഥാനാർത്ഥി. മുസ്ലിം ലീഗ് പ്രവർത്തകർ MK റഫീഖാണ് വിമതനായി തുടരുന്നത് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. വിമതർ ഭീഷണിയാകും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇത് BJPക്ക് തലവേദന സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യാത്ത കാര്യവും എന്ന് പറയുന്നത്. UDFൽ ഒട്ടേറെ വിമതരുണ്ട് എന്നുള്ളത് UDFനെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്ന പ്രശ്നമാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ കോൺഗ്രസിനും ലീഗിനും വിമത സ്ഥാനാർത്ഥികളുണ്ട്. ഡെപ്യൂട്ടി മേയർ P ഇന്ദിരയ്ക്കും ലീഗിന്റെ KP താഹിറിനുമെതിരെയാണ് റിബലുകൾ മത്സരിക്കുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ മേയർക്കടക്കം 10 വിമതരാണ് ഭീഷണി ഉയർത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കോൺഗ്രസുമായിട്ടുള്ള തർക്കത്തിനൊടുവിൽ മുസ്ലിം ലീഗ് ചോദിച്ചു വാങ്ങിയ സീറ്റായ വാരത്ത് ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KP താഹിറിനെതിരെ ലീഗ് വാരംകടവ് ശാഖാ എക്സിക്യൂട്ടീവ് അംഗം KV റയീസ് അദിയാണ് വിമതനായി മത്സരിക്കുന്നത്. ലീഗ് നേതൃത്വം ഏകപക്ഷീയമായാണ് താഹിറിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നാണ് ആരോപണം. ചില വാർഡുകളിൽ റിബലുകളിൽ അവസാന നിമിഷം പിൻവാങ്ങിയത് മുന്നണികൾക്ക് ആശ്വാസമായി. കോർപ്പറേഷൻ താളിക്കാവ് ഡിവിഷനിൽ CPMന് ഭീഷണിയായിരുന്ന മുൻ ബ്രാഞ്ച് സെക്രട്ടറി MM പ്രകാശൻ പത്രിക പിൻവലിച്ചു. CPM നേതൃത്വം അയാളെ അനുനയിപ്പിക്കുകയായിരുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ പ്രശ്നം BJP അലട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ പ്രധാനമായും ആലോചിക്കേണ്ടത്. ഈ പാർട്ടിയുടെ സംഘടനാ സെറ്റപ്പിനെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയുന്നത് പ്രധാനമായും ഇതുകൊണ്ടാണ്. തിരുവനന്തപുരം കോർപ്പറേഷനാണ് BJPക്ക് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന നിലവിലെ കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ BJPക്ക് വിമതരില്ലാതിരിക്കുക എന്നുള്ളതാണ് BJPക്ക് ആരോഗ്യകരമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാൻ ഉചിതമായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെല്ലാം സേഫാണ്. വിമത ഭീഷണി BJPയിൽ അവർക്കില്ല. അതേസമയം UDFും LDFും വിമത ഭീഷണി കാരണം വല്ലാതെ നെട്ടോട്ടമോടുന്ന കാഴ്ചയും നമുക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാണാനായി സാധിക്കും. ഇത് മൂന്നാമത്തെ തവണയാണ് BJP വിമതരില്ലാതെ മത്സരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു തിരഞ്ഞെടുപ്പിൽ വിമത ഭീഷണിയില്ലാതെ മത്സരിക്കുക എന്നുള്ളത് വളരെയധികം ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. ആ ബാലികേറ മലയാണ് കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പുകളായി BJP നിഷ്പ്രയാസം കയറി അവിടെ കൊടി നാട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.